ഇപ്പോഴത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും പറ്റും. ക്ലാസ് ഒഴിവാക്കിയാലോ എന്നിങ്ങനെ തോന്നി. പക്ഷെ എനിക്ക് ആ ഡ്രൈവിങ് എങ്ങനെങ്കിലും ഒന്ന് തീർന്ന് കിട്ടിയാ മതിയേനി എന്നുള്ള ആ സെഷൻ കഴിഞ്ഞ്. കാരണം പക്ഷെ പോയത് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻ ഞാൻ അടുത്തതിൽ വെച്ചിട്ട്. സീരിയസ് ആയിട്ട് ഇതിപ്പം ചുരമൊക്കെ കേറാൻ ഞാൻ പറയണെങ്കിൽ എനിക്ക് നിങ്ങളിൽ ഒരു കോൺഫിഡൻസ് വരണം. അവര് ഇനി നിനക്ക് സുഖായി എടുത്തോ. ഇനി ഡി ഇല്ലെന്ന് കേട്ടോ. ഡി അണ്ണന്മാര് പോട്ടെ. ഓ മൈ, എല്ലാരും പോവാൻ. ഇത് രണ്ടാമത്തെ ചുരല്ലേ, രണ്ടാമത്തെ വളവ്. യെസ്, അയാൾ എടുക്കുന്നില്ല കേട്ടോ. അയാൾ നിന്നെ വെയിറ്റ് ചെയ്യാ. നീ എടുത്തോ. ഈ ഡീൽ കിട്. ഡി അല്ല, ഇപ്പൊ പീലള്ളു. കേട്ടോ. ഓക്കെ, ഫുൾ അങ്ങോട്ട് തിരിച്ചോ റൈറ്റിലേക്ക്. കംപ്ലീറ്റ് റൈറ്റ്. കുഴപ്പമില്ല, കംപ്ലീറ്റ് റൈറ്റ് ഇട്ടോ. ടച്ച് ചെയ്യട്ടെ. യെസ്, അതെ. ഇനി തിരിച്ചു നോക്ക്. ഇനി വണ്ടി എങ്ങോട്ടാ പോണോ നോക്ക്. കേട്ടോ, ഇതവിടെ നിൽക്കൂ. കുറെ നേരം വെയിറ്റ് ചെയ്താലേ ബാക്കോട്ടേക്ക് പോവുള്ളൂ. ഇപ്പൊ കണ്ടില്ല നിന്നത്. ഇനി നീ കൊടുത്ത ആക്സിലേറ്റർ പതുക്കെ കൊടുക്ക്. ഇല്ലല്ല, പതുക്കെ കൊടുക്ക്. ഇല്ല കുട്ടി കൊടുക്ക അങ്ങോട്ട്. എല്ലാരും പോയി, ഇനി നമ്മളെ പോവാനുള്ളൂ. ബ്രേക്ക് പിടിക്കണ്ട, തിരിഞ്ഞങ്ങോട്ട് വരട്ടെ. അടിപൊളി. അങ്ങ് തിരിഞ്ഞങ്ങ് പോട്ടെ. അപ്പൊ നമ്മളെ ട്രാക്ക് ഇനി നമ്മള് എത്തുന്ന സ്ഥലത്തേക്ക് എത്തും. ഒരു പോയിക്കോട്ടെ. ഇനി ആക്സിലേറ്റർ എടുത്തോ. ഇനി ആക്സിലേറ്റർ എടുത്തോ. ആ ബസ് എന്റെ ബാക്കിൽ എത്തിയപ്പോ എന്നെ ഓൺ അടിക്കും. അതിൽ പേടിക്കണ്ട. ഓ വന്ന്. പക്ഷെ ഇവിടുന്ന് അപ്പൊ നമ്മള് ചുരം കേറിട്ടോ. ക്ലാസ് അവിടെ ഇല്ലാത്തിട്ടാ ക്ലാസ് അല്ലല്ലോ. ഇപ്പൊ രണ്ടാമത്തെ വളവ് വരെ പോയി കടമട്ടൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ചുരത്തിൽ പോയിട്ട്? ഞാൻ എന്റെ ലൈഫിൽ വിചാരിക്കാത്ത കാര്യം എന്റെ കയ്യാലട്ടോ. ഇപ്പൊ സെറ്റ് പറയാനുള്ളത് അതായത് രമണൻ കോൺസെൻട്രേഷനിലാണ്. ചോരങ്ങനെ ആസ്വദിച്ചു. അത്രയും നേരം ഉണ്ടായിരുന്നു. ഞാൻ വായ കൂട്ടിയില്ല. ഞാൻ വണ്ടി കയറിയ മുതല് ഞാൻ വായ കൂട്ടിയില്ല. ഇല്ല, ഞങ്ങളെ പേടിപ്പിച്ചതാ വെറുതെ. അതാ സെയിം. അതെ, പക്ഷെ ഓൻ പഠിച്ചോനായിരിക്കും, ഞാൻ പഠിക്കാത്തല്ലോ. പഠിച്ചോനെല്ലാം കാണുന്നുണ്ട്. ശരിയാ, ഇന്ന് ചെയ്ത ദിക്കറിനൊക്കെ നോക്കുകയാണെങ്കിൽ പിന്നെ പഠിച്ചോൻ കാണാൻ നല്ല വേഗം കിട്ട്. യെസ്, ഇത് വിൻസറുമായിട്ട് നമ്മള് രണ്ടാം വളവില്ലേ ചുരത്തില്, താമരശ്ശേരി ചുരത്തിൽ കയറി വരിക. ഫസ്റ്റ് ട്രെയിനിങ് സെഷൻ്റെ സെക്കൻഡ് അവറിൽ ഞങ്ങള് ചുരം കയറി. അതാണ് ഇങ്ങനെ പേടി പറഞ്ഞ ഒരാളെ. ഇനി ഇങ്ങോട്ട് ലെഫ്റ്റ്. യെസ്, പോട്ടെ. പക്ഷെ എത്ര ഈസി, സൂപ്പർ ആയിട്ടാ ചെയ്യുന്നത്. നല്ല സ്റ്റാരിങ് ബാലൻസ് ഒക്കെ ഉണ്ട്. അങ്ങോട്ട് സെറ്റ് ആയിക്കാളുണ്ട്. എങ്ങനെയാണ് എന്തേ തോന്നി ഇന്നലെയൊക്കെ ഞാന് ക്ലാസ് ഒഴിവാക്കിയാലോ എന്നിങ്ങനെ തോന്നി. പേടിച്ചിട്ട് ഞാൻ എന്റെ ഹസ്ബൻഡിനോട് കൊറേ പറഞ്ഞ് ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ഡ്രോപ്പ് ചെയ്യാണ്, അല്ലെങ്കിൽ ഞാൻ ഇൻഷാല്ലാ പിന്നെ എപ്പോഴെങ്കിലും ചെയ്തോളാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇതില് ഇന്നലെ മുതൽ ഞാൻ നിങ്ങളെ റീൽസ് ഇരുന്ന് മറ്റേ ഫുള്ള് ഇരുന്ന് കണ്ട് എന്നും കാണൂട്ടോ, എന്നും ഇങ്ങനെ വിചാരിക്കും. പക്ഷെ എനിക്ക് ബിസി ആയിട്ട് കഴിഞ്ഞില്ല. പക്ഷെ ഇതില് ബിഗ് താങ്ക്സ് ടു മൈ ഹസ്ബൻഡ്. എന്റെ അപ്പുറത്തിരിക്കണ ലെഫ്റ്റത്തെ ആളും വിജയത്താ. താങ്ക് യു. ബാക്കിലിരിക്കുന്ന ആളെന്താ പിന്നെ ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് മറ്റേ കൗണ്ടർ അടിക്കാനുള്ള. ഞാൻ രാവിലെ
രാവിലെയും ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ പോകുന്നില്ല കാരണം വിൻസറിന്റെ ഹാൻഡ് ബ്രേക്ക് ഇല്ല. വിജിത പറഞ്ഞതിനു ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഹാൻഡ് ബ്രേക്ക് ഇല്ല, എന്താക്കും ഞാൻ കുറെ എന്താക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് മൊമെന്റിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ പോകുന്നില്ല. പക്ഷെ പോയത് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻ ഞാൻ അടുത്തതിൽ വെച്ചിട്ട്. എല്ലാവർക്കും പറ്റും, കാരണം നമ്മളടുത്ത് ഞാൻ അടുത്തത് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും പറ്റും. ഞാൻ വണ്ടി അപ്പുറത്ത് കൂടെ പോകുമ്പോ ഞാൻ നമ്മളും വിചാരിക്കണം അല്ലേ മൈൻഡ്. പിന്നെ ട്രെയിനറിന്റെ ഒരു പൊക്കിയടിക്കല്ല, ഞാൻ മുന്നേ ഒരു ട്രെയിനറിന്റെ കൂടെ പോയിണ്ടായിരുന്നു. അപ്പൊ അതും ഇതും എന്തായാലും ഡിഫറെന്റാ. ഇത് വേറെ ഇത് വേറെ. അത് പേടിപ്പിച്ച ട്രെയിനർ. ഇത് ഇത് അടിപൊളി. ഇത് കംഫർട്ട് ട്രെയിനർ, പേടിപ്പിക്കാതെ. ലൈക്ക് നമുക്ക് ഉണ്ടല്ലോ ഇത് ഇങ്ങനെ എടുത്താൽ മതി, അത് അങ്ങനെ എടുത്താൽ മതി. കംഫർട്ട് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഞാൻ മറ്റേ ട്രെയിനറിനെ കൂടെ പോയപ്പോ ഞാൻ കരഞ്ഞിണ്ടായിരുന്നു. എക്സ്ക്ലൂസീവ്. ഈ ന്യൂസ് ചാനലിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അപ്പോ അതിലുള്ള ഡിഫറൻസ് എനിക്ക് കാണാനുണ്ട്. ഞാൻ വോയിസ് മെസ്സേജ് നിനക്ക് വേണോ? മാങ്ങ ഇഷ്ടല്ല, എനിക്ക് പൈനാപ്പിൾ ഇഷ്ടം. പൈനാപ്പിൾ ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങാൻ പറയണം. അങ്ങോട്ട് പോവാ. അതന്നെ പോട്ടെ എന്നിട്ട് അങ്ങോട്ട് പതുക്കെ തിരിക്കുക. പോട്ടെ. ഒന്നാം വളവ് അതന്നെ പോവാ. ലെഫ്റ്റ് തന്നെ. യെസ്, ഇങ്ങോട്ട് ലെഫ്റ്റ് തന്നെ. അതന്നെ അങ്ങോട്ട് പിടിക്കുമ്പോ കണ്ട വണ്ടിന്റെ മേലേക്ക് പോകുന്നു. നമ്മള് വലത്തോട്ടാണ് തിരിക്കുന്നത്, വളവ് വലത്തോട്ടാണ്. വലത്തോട്ട് തിരിക്കുകയും ചെയ്യുമ്പോ അങ്ങ് ആ ഓപ്പോസിറ്റ് ഉള്ള ആളെ മേലേക്ക് അങ്ങനെ കയറി പോകും. അപ്പൊ പെട്ടെന്ന് ലെഫ്റ്റ് കിട്ടിട്ട് സ്റ്റാരിങ് നേരെ ആക്കുകയും ചെയ്യണം. ഒരു പിക്കോട്ടെ. നമ്മൾ സ്ലോ ആക്കുമ്പോൾ ഓൽക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഇങ്ങനെ, അപ്പോൾ അവർക്ക് ദേഷ്യം വരും. നമ്മള് സൈഡിൽ നമ്മൾ ചിലപ്പോൾ നല്ലോണം സൈഡ് കൊടുക്കുകയും, പക്ഷെ അവർക്ക് അവിടെ എന്താ പറയുക ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റാത്ത സ്ഥലത്ത് നിൽക്കും നമ്മൾ സൈഡ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബ്ലോക്ക് ഉണ്ടാക്കുക ചെയ്യുന്നത്. അപ്പോൾ വേഗം നീങ്ങി കൊടുത്താൽ മതി, മുന്നോട്ട് വേഗം നീങ്ങി കൊടുത്താൽ മതി. ആ സമയത്ത് അപ്പോൾ ഇവിടെ നിന്ന് കൊടുക്കാം, ലെഫ്റ്റ് പിടിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒരു പോയിക്കോട്ടെ. നല്ല ഭംഗിയുണ്ട്, മഞ്ഞ ചുരിദാറും പച്ചപ്പും. ഇതിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോ കളറ് കാണൂലേ, 2 കളേഴ്സ് ഇങ്ങനെ പച്ചപ്പിലൂടെ ഇങ്ങനെ ഒരു മഞ്ഞ. അങ്ങനെ നമ്മൾ ചുരം ഇറങ്ങി. 2ാം വളവ് കഴിഞ്ഞ്, ഇനി 1ാമത്തെ വളവും കൊടുക്കാൻ. ചുരം കഴിഞ്ഞ്. യെസ്, അതെ. ആ ഒരു ഇത് ഇങ്ങോട്ട് കഴിഞ്ഞ് എന്താ പറയാ, എന്തോ ഒരു വലിയ സംഭവമാണ് ചുരം എന്നുള്ള ഒരു സംഭവമാണ് അല്ലേ. അടിപൊളിയാണ്. നമ്മള് കറക്റ്റ് നല്ലൊരു ടെസ്റ്റിമോണിയൽ വേണം കേട്ടോ. ഞാൻ തിന്നായോണ്ടേക്ക് വീഡിയോ അതല്ല നമ്മള് പൊയ്ക്കോളി എല്ലാരും പൊയ്ക്കോളി. എല്ലാരോടും പറയാനുള്ളത്, ആരും ഡിസ്റ്റർബ് ആവരുതില്ലേ. നമ്മള് എല്ലാ സമയവും ഒരാളെ പിടിച്ചു വെക്കണില്ലല്ലോ, ഓരോരുത്തരല്ലേ. അപ്പം കുഴപ്പമില്ല, ഓരോ സമയത്ത് ഓരോരുത്തര് കുറച്ചേറെ വെയിറ്റ് ചെയ്തോട്ടെ, നോ പ്രോബ്ലം. എല്ലാം ഒട്ടിക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാം ഒട്ടിക്കണ വെച്ചാൽ പഠിക്കുന്ന വണ്ടി എല്ലാം ഒട്ടിക്കും. ഞങ്ങള് ആ സംഭവം അയക്കാറുണ്ട്, പക്ഷെ ഞാൻ വേണമെങ്കിൽ എല്ലാം ഒട്ടിച്ചുതരാം. പക്ഷെ എല്ലാം ഒട്ടിക്കുമ്പോ എനിക്ക് തോന്നുന്നു കുറച്ച് കണ്ടുകടി അധികമാണ്. ഒരു പഠിക്കുന്ന വണ്ടി ആയിരിക്കും എന്നുള്ളൊരു ഇതുണ്ടാവും. ഇതറിയില്ലല്ലോ അവർക്ക്. പിന്നെ വെച്ചാല് എല്ലാം ഒട്ടിക്കുമ്പോ നമുക്ക് പഠിക്കുന്ന വണ്ടിയാണ്, എന്തെങ്കിലും സംഭവിച്ചാലൊക്കെ അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ടാവും. സംഭവിക്കാതിരിക്കട്ടെ, സംഭവിക്കില്ല. സൂപ്പർ ഡ്രൈവിംഗ് ആട്ടോ, സീരിയസ് ആയിട്ട്. അല്ല, തീരെ ഞാൻ സ്റ്റാരിംഗ് വീലിലേക്ക് കൈ കൊണ്ടുവന്നിട്ടില്ല. എപ്പോഴോ ഒരു വിരലിൽ എണ്ണാവുന്ന ടൈമിനെ കൊണ്ടുവന്നിട്ടുള്ളൂ. നല്ല ബ്രേക്ക് കൺട്രോൾ ചെയ്യുന്നുണ്ട്, അടിപൊളിയായിട്ട്.
അല്ല സീരിയസ് ആയിട്ട് ഇതിപ്പം ചുരമൊക്കെ കേറാൻ ഞാൻ പറയണെങ്കിൽ എനിക്ക് നിങ്ങളിൽ ഒരു കോൺഫിഡൻസ് വരണം. അല്ലാതെ ഞാൻ എല്ലാരോടും ചിലപ്പം കേറിക്കോന്ന് പറയൂല. അത് ഞാൻ ശരിക്കും എന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ നിങ്ങളോട് എനിക്ക് തോന്നി തൂബക്കാൻ തോന്നുന്നു മെസ്സേജ് 2 ദിവസം എടുക്കേണ്ടി വരുമോ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ആ ചേച്ചിന്റെ അടുത്ത് 2 ദിവസം പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ 2 ദിവസം എനിക്ക് ഭയങ്കര ഫസ്റ്റ് ദിവസം പോയി, പിന്നെ രണ്ടാമത് ഞാൻ ആ ചേച്ചിനെ വിളിച്ചു, ഞാനും ശതയും കൂടെ വിളിച്ചു. അപ്പം പക്ഷെ എനിക്ക് ആ ഡ്രൈവിങ് എങ്ങനെങ്കിലും ഒന്ന് തീർന്ന് കിട്ടിയാ മതിയേനി എന്നുള്ള ആ സെഷൻ കഴിഞ്ഞു. കാരണം അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത പോലെ തന്നെ തിരിച്ചിങ്ങോട്ടും ഡ്രൈവ് ചെയ്യണല്ലോ. അപ്പൊ അതൊന്ന് തീർന്ന് കിട്ടിയാ മതിയേനു. പക്ഷെ ഇത് അങ്ങനെയല്ല, ഞാൻ 5 ദിവസം വിചാരിച്ചത്. പക്ഷെ അത് അടിപൊളി. ഇതിപ്പോ എത്ര സമയം കഴിഞ്ഞെന്നറിയോ? 2.5 hours കഴിഞ്ഞില്ല. അത് ചിലരിങ്ങനെ ചോദിക്കും 5 മണിക്കൂർ കണ്ടിന്യൂസോ അത് പറ്റുമോ? 2 hours ആയിട്ടുള്ളൂ. അങ്ങനെ പറ്റുമോന്ന് ചിന്തിച്ച് ഒരുപാട് പേര് ക്വിറ്റ് ചെയ്യുന്നവരുണ്ട്. 5 മണിക്കൂറൊന്നും നമുക്ക് അങ്ങനെ കണ്ടിന്യൂസ് ഓടിക്കാൻ കഴിയില്ല എന്നുള്ള. പക്ഷെ ആ 5 മണിക്കൂർ നീ നേരത്തെ ചോദിച്ചില്ലേ നിങ്ങൾ എന്താണ് ഈ 5 മണിക്കൂർ കണ്ടിന്യൂസ് കൊടുക്കുന്നതിന്റെ ഒരു ഇത് എന്നുവെച്ചാല് നമ്മൾ കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോയിന്റ്സ് ഒക്കെ അവർക്ക് ഇങ്ങനെ എക്സ്പീരിയൻസിൽ വരും. ഇപ്പൊ ഞാന് മാരുതിൻ്റെത് പോയത് ഹാഫ് ആൻ അവറിനെക്കാട്ടും എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടും കുറച്ചുകൂടെ നോക്കുമ്പോ സെയിം പ്രൈസാ. കാരണം 5,000 ഈ പറഞ്ഞ മാതിരി ആ റേറ്റ് തന്നെ ഉണ്ട്. പക്ഷെ ആ ഹാഫ് അവറിനെക്കാട്ടും കുറച്ചുകൂടെ നല്ലത് ഇത് തന്നെയാണ്. ഹാഫ് അവറിൽ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ 2 hours കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്തപ്പോഴാ ഇത്ര. ഇനി ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിന്റെ മുന്നിൽ വരും, നിനക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. ഇത് ഇങ്ങനെ മറ്റത് നമ്മൾ കുറെ കാര്യങ്ങൾ പറയും, ചിലപ്പോ നമുക്ക് എക്സ്പീരിയൻസിൽ വരൂല, അങ്ങനെയൊക്കെ ആയി പോവും. പറയുമ്പോ അല്ല 5,000 എന്നുള്ളൊരു ഇത് നമുക്ക് വരും. പക്ഷെ പോയിക്കുമ്പോ 2 മൈൻഡ് സെറ്റ് ഉണ്ടാവും. ഇത് പോവാത്ത വണ്ടിയാ അല്ല, അപ്പോരെടുക്കും. ബോത്താണ് നീ കട്ട് ചെയ്യണം. ഇനി മുന്നോട്ട് എടുത്താൽ നമുക്ക് കട്ട് ചെയ്യാനാവില്ല. ഇനി മുന്നോട്ട് എടുക്കരുത്, ജസ്റ്റ് ഒന്ന് ബാക്ക് എടുത്തോ. ഇത് ബ്രേക്ക് ഡൗൺ ആയതാ? എന്നാ ബാക്ക് എടുക്ക്. ആണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ബാക്കിലൊക്കെ വണ്ടിയാ. ഫുൾ അങ്ങോട്ട് തിരിച്ചോ, ഫുൾ കംപ്ലീറ്റ്. എന്നിട്ട് മുന്നോട്ട് എടുത്തോ. യെസ്, പോട്ടെ യെസ്, പോട്ടെ. എന്തി പറഞ്ഞു 5 hours. ഇതേപോലെ ഹാഫ് ആൻ അവറിനെക്കാട്ടും എന്തുകൊണ്ടും ബെസ്റ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട്. ഇപ്പൊ നിങ്ങള് ഇപ്പൊ ആര് ട്രെയിനിങ് എടുക്കുകയാണെങ്കിലും നിങ്ങളെ വിജയത്താൻ തന്നെ എടുക്കണം, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ എന്തായാലും ഇൻഷാല്ലാ റെക്കമെൻഡ് ചെയ്യും. ഇപ്പൊ ആർക്കായാലും ഇപ്പൊ അങ്ങനെ അല്ല സത്യം ആർക്കായാലും റെക്കമെൻഡ് ചെയ്യും. കാരണം നമുക്ക് ഒരു കംഫർട്ട് സോൺ ഉണ്ടാവുമല്ലോ. ഞാൻ 2 ആൾക്കാരെ എക്സ്പീരിയൻസ് ചെയ്തോണ്ട് എനിക്ക് മനസ്സിലാവും ആ 2 ആൾക്കാരെ വേരിയേഷൻ എത്രത്തോളാന്നുള്ള. സത്യം ഞാൻ ആ പെണ്ണിന്റെ അടുത്തുനിന്ന് എനിക്ക് അത്രയും ദേഷ്യം പിടിച്ചിക്കണേ. കാരണം നമുക്ക് അതെടുക്ക് ഇതെടുക്ക് അതങ്ങനെ ആക്ക്. നമ്മളൊരാളെ കമ്പൽ ചെയ്യുന്നതും നമ്മളൊരാളെ കൊണ്ട് ഫ്രീ ഡ്രൈവിങ്ങും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സ്ട്രെസ് എത്രത്തോളം ഇപ്പൊ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഒരാളിപ്പോ നമ്മളെടുത്തുനിന്ന് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പറയുമ്പോ സ്ട്രെസ് എത്രത്തോളം കുറയ്ക്കുന്നോ ഇപ്പുറത്തിരിക്കുന്ന ആൾക്കും കുറച്ചുകൂടെ ഈസി, പെട്ടെന്ന് ക്യാച്ച് ആവും. പെട്ടെന്ന് ക്യാച്ച് ആവും. ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ ചെറുതായപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ 3rd-ലോ 2nd-ലോ ആ സമയത്തെ അമ്മനെ ഡ്രൈവിംഗ് പറഞ്ഞിരുന്നു. പക്ഷെ അതിപ്പോ തട്ടുമ്പറത്താ. പണ്ട് ഉമ്മനോട് പറയുന്നത് ഈ ഒരു പ്രാവശ്യം പോണം, മോള് പഠിച്ച് വരട്ടെ എന്നുള്ളത്. പറ്റൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഒരു ക്ലയന്റിന്റെ അടുത്ത് വന്നിട്ട് അത് തെളിയിച്ച് ഇപ്പതാ നന്നായി ഡ്രൈവ് ചെയ്ത് പോണം. അവരെ റിലേറ്റീവ്സ് വരെ നീ പഠിക്കൂലെന്ന് പറഞ്ഞ് തള്ളി ഉണ്ടാവില്ലേ, അത്രയും പേടി. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം കേട്ടോ. ഇങ്ങനെ ഇപ്പൊ ഇവിടെ പിടിച്ചിട്ടല്ലേ പോകുന്നത്, ഇനി ആ റൈറ്റിക്ക് പോകാൻ പാടില്ല. പക്ഷെ നീ ഇപ്പൊ കറക്റ്റ് കീപ്പ് ചെയ്ത് റൈറ്റിക്ക് പോയിട്ടില്ല, അറിഞ്ഞിട്ടാണോ അറിയില്ല. പക്ഷെ ആ റൈറ്റിലേക്ക് പോവരുത് എന്നുള്ള ആ ഒരു ഇനി മൈൻഡിൽ കൊടുക്കണം. നമ്മളിപ്പോ ഒരേ ട്രാക്ക് പോവുകയാണെങ്കിൽ അവിടെ നീ 2 ട്രാക്കായി കണ്ടിട്ട് നീ ഓൾറെഡി ലെഫ്റ്റ് പിടിച്ച് പോകുന്നുണ്ടെങ്കിൽ അവിടെ നീ ലെഫ്റ്റിലാണ് കയറുന്നത്, പിന്നെ ആ ലെഫ്റ്റിൽ തന്നെ കയറണം. കാരണം അപ്പേക്ക് നിന്റെ റൈറ്റ് സൈഡിൽ കൂടെ മറ്റുള്ളവര് കേറും. ഇനി അതല്ല നീ ആ റൈറ്റ് സൈഡിൽ കാണുന്നു മിററിൽ ആരും ഇല്ലാന്ന്, അങ്ങനെയാണ് നിനക്ക് കേറാം. നീ ലെഫ്റ്റ് പിടിച്ചോണ്ട് നിൽക്കുമ്പോ എന്തായാലും ആൾക്കാർ നിന്റെ റൈറ്റ് കയറും. അപ്പൊ ഒറ്റയടിക്ക് റൈറ്റിലേക്ക് പോകരുത്. ഓടുങ്ങാക്കാട് പള്ളിയാട്ടോ അത്.
എടുക്കാം. ഇവര് ഭയങ്കര ഓണം അടിച്ചിട്ട് ആള് പേടിച്ച് നിക്ക. പോവാ അപ്പൊ നമ്മളെ കയ്യില് ഓണുണ്ട്, ഒന്ന് ഓണം അടിച്ചെടുത്താ മതി. അത് ഓണെന്താ ഇങ്ങനെ തിരിഞ്ഞു എന്നുവെച്ചാല് ഓർക്ക് സ്പീഡില് പോവാനേ. നമ്മളപ്പം ഒരു വളവിന്ന് ഒരു മെല്ലെ പോകുന്നത് ഇതേ. നീ ഓവർടേക്ക് ചെയ്യുന്നാല് ഓ ഞാൻ ചോദിക്കാം, എന്താണ് ലെവലത്തിന്റെ 5 hours കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ്? കിട്ടുന്നില്ല. 5 hours ഇപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു ജേർണി സ്റ്റാർട്ട് ചെയ്ത ഒരു 9:45 10 ഒക്കെ ആയിണ്ടാവും. അപ്പൊ ഇപ്പൊ ടൈം 3 o'clock ആയി. അപ്പം വേർത്തായിരുന്നു. ഞാൻ ടൗണിൽ പോയി, താമരശ്ശേരി പോയി, ചുരം കയറി. അപ്പം അടിപൊളി എക്സ്പീരിയൻസ്, നല്ലതേനു. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. എല്ലാവരും വിചാരിക്കും 5 hours വെറുതെ ആണ്, 1 day കൊണ്ട് ഒന്നും ആവില്ല എന്നൊക്കെ. പക്ഷെ 5 hours ആണ് ഒരു കണക്കിന് നല്ലത്. പക്ഷെ കുറെ ആൾക്കാർ ഹാഫ് അവർ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഞാനും അത് എക്സ്പീരിയൻസ് ചെയ്ത ആളാണ്. അപ്പോൾ ഹാഫ് അവറിനെക്കാട്ടും എന്തുകൊണ്ടും വർത്ത് നിങ്ങൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് 5 hours എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതും ഡ്രൈവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതും ഇത് 1 day നിങ്ങൾ എടുത്ത് പിന്നെ നെക്സ്റ്റ് ഡേ ഒരു ഹാഫ് അവർ പിന്നെ ഒരു ഹാഫ് അവർ നിങ്ങൾ ഇത്രയാണ് എമൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷെ അത് രണ്ടും സെയിം ആണ്. 5 hours നിങ്ങൾ ഇതെടുത്ത് പോകുമ്പോഴും ഒരു 10 days 5 days എടുത്ത് പോകുമ്പോഴും എമൗണ്ട് സെയിം ആണ്. കാരണം ഞാൻ അറ്റൻഡ് ചെയ്തെടുത്ത് എനിക്ക് തോന്നുന്നു 1000 or 500 പെർ ഹാഫ് ഡേ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്തത്. എന്തുകൊണ്ടും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടും പറയാണ്, രണ്ടും കൂടെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ഇതാണ് അടിപൊളിയാണ്. പഠിപ്പിക്കുന്ന ആ പെണ്ണിനോടേക്ക് അഡിറ്റിനു ഞാൻ ഇതിങ്ങനെ പിടിച്ച് വെച്ചതാ. അപ്പൊ ഇതിങ്ങനെ തിരിക്കാൻ വേണ്ടിട്ട് ഇതിങ്ങനെ പിടിച്ചു വെച്ചാല് തിരിക്കല് നടക്കൂല. റൈറ്റിലേക്ക് കട്ട് ചെയ്യാം. ഓക്കെ പോ. എന്താ വെച്ചാല് ഇപ്പൊ വളവൊക്കെ വളയുമ്പോണ്ടല്ലോ തിരിച്ച് ഓട്ടോമാറ്റിക്കലി ഈ സ്റ്റാരിങ് തന്നെ അങ്ങ് പോരും. ഞങ്ങൾ പിടിച്ചവിടെ വെച്ച് കഴിഞ്ഞാ പിന്നെ പിടിച്ചു വെച്ചാല് നമ്മൾ ചെയ്യും പോലെ സ്റ്റാരിങ്ങിന് ആവാൻ പറ്റൂ. അങ്ങ് റിലീസ് ചെയ്ത് കൊടുത്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഓപ്പോസിറ്റ് വന്നോളൂ. ബാക്കിലുള്ള ആൾ ഓൺ അടിക്കുന്ന ലെഫ്റ്റ് അടിച്ചെടുത്ത പോലെ പോയിക്കോട്ടെ. ഭയങ്കര സ്ലോ ആക്കരുത്. ഇവിടെ നിനക്ക് പോകാൻ പറ്റൂല, ഇത് വളവാ. ബാക്കിലുള്ള ആള് ഞാൻ ഇവിടുന്ന് സ്ലോ ആക്കി മനസ്സിലായിണ്ടാവും. അതന്നെ പൊയ്ക്കോളി. ക്ലൈന്റ് എങ്ങനെ പാർക്ക് ചെയ്തു. തൂബ വണ്ടി എടുക്കുക, നമുക്ക് പോവാനില്ലേ. അല്ല എന്റെ എന്തെങ്കിലും സാധനം ഉണ്ടോ? ഒന്നും ആയി പോയില്ലല്ലോ. ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക്. ഓഫ് ചെയ്തോ? ആ അവളാ ആ നമ്പറിൽ തന്നെ. ഓക്ക് പറഞ്ഞു കൊടുക്കട്ടെ. വേണ്ട വെറുതെ എന്തിനാ, നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കാൻ പോവല്ലേ. ഈ ഭാഗം അടുപ്പിച്ചോ, ഈ ഭാഗം ഇങ്ങോട്ട് ഒന്നുകൂടി മുന്നോട്ട് പോ. തൂബ ഫുള്ള് തിരിച്ച് ഫുൾ യെസ് പോട്ടെ. ഓക്കെ ഈ ഭാഗം കൂട്ടിക്കോ. ഇങ്ങോട്ട് കൂട്ടിയെടുത്തോ. ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ബാക്ക് ഇങ്ങോട്ട് ഇറങ്ങിയോ. അല്ല ആ റിവേഴ്സ് അങ്ങോട്ട് ഇറക്കിയാ പോരെ. അടക്ക് വെള്ളം എടുത്തോണ്ട് ആ കുടിച്ച. എന്നാ പോട്ടെ.
താങ്ക് യു സോ മച്ച്. എന്തായാലും നീ എടുത്തിട്ട് പറയും. ഓക്കെ, കണ്ടിന്യൂസ് എടുക്കണം. എടുക്കാണ്ട് എന്നാലും അന്ന് തന്നെ ഹസ്ബൻഡിന്റെ കൂടെ എടുക്കാൻ പറ്റിയ എടുക്കാം. പക്ഷെ അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ഭയങ്കര പേടി ഭയങ്കര പറഞ്ഞീനല്ലോ, അത് അത്ര ഇതില്ല. അത് മെലോട്ട്. യെസ്, പോ ചൂടി. പോയേ ലെഫ്റ്റ് കൂട്ടിയെടുത്തോ. ഇല്ല, ഒരു മിനിറ്റ്, ഇനൊന്ന് പിടിക്ക്. ഞാൻ സീറ്റ് ബെൽറ്റ് ഇടട്ടെ. എന്താ കഴിക്കാ? എങ്ങോട്ട് പോകണം? സർക്കാരെ പോകണം, ഫസ്റ്റ് പോകണം. ഇനി പറയും. ഇവിടെ എനിക്കറിയില്ല. സർക്കാരെ പോയി താരക്കണം. എന്നാ അതിൽ പോവാം. അത് ഇങ്ങോട്ടല്ലേ രണ്ടു? എന്നാ അവിടെ പോവാ. ഞാനെന്നാ സ്വീകാറാട്ടോ വിചാരിക്കണേ. സൽക്കാരിൽ വന്ന് നല്ല ചിക്കൻ ബിരിയാണി, ചിക്കൻ തേങ്ങാക്കൊത്തിട്ടോ കഴിക്കാം.